ഈ ഇപ്പം തൻസീടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ കൺവെൻഷണൽ ആയിട്ട് മലബാർ ഏരിയയിലുള്ള ആളുകളാണ്. ഇസ്ലാം മതത്തെ അത്രയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളുകളാണ്. അവരുടെ അടുത്തൊരു ഒരു വേറെ ഒരു വിരുദ്ധ അഭിപ്രായം അല്ലെങ്കിൽ വിയോജിപ്പ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള അവരെയും കൂടി ഇപ്പോൾ ജാസിൻ ആഷിരെയും കാസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ എന്തായാലും വിമർശനം ഉണ്ടാവാം. അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചീത്തവിളികൾ പ്രതീക്ഷയിലുണ്ട്. എന്നിട്ട് പിന്നെ അവർ ഉൾപ്പെടുത്തുമ്പോൾ മറ്റേ ഓഡിയൻസിന് ഹേർട്ട് ആവോ, അങ്ങനെ ചിന്തകളുണ്ടോ? ഞാൻ ഒരു കാരണവശാലും എന്താ പറയണ്ടേ, അങ്ങനെ ചിന്തിച്ചിട്ട് ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ ചിന്തിക്കില്ല. പക്ക ബിസിനസ്സായിട്ടേ ചിന്തിക്കുള്ളൂ. ഞാനിപ്പോൾ ജനങ്ങൾ അങ്ങനെ ഇങ്ങനെ വിചാരിക്കുമോ, അല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുമോ, അതൊന്നും എൻ്റെ മൈൻഡില്ല. അവരിപ്പോൾ കമൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. കാരണം എന്താ, കമൻറ്റ് അടിച്ച സാധനം റീച്ച് ആവും, ഫണ്ട് എനിക്ക് കിട്ടും, കൂടുതൽ എനിക്ക് ഫണ്ട് കിട്ടുക ചെയ്യുന്നു. അല്ലാണ്ട് അവർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കമൻറ്റ് ചെയ്യുന്നു, അതൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല. പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ് അടിച്ച ആൾക്കാരെന്ന് വിചാരിച്ചോ, ഒരു കൊല്ലോ 2 കൊല്ലം കഴിഞ്ഞാൽ പോസിറ്റീവ് ആവും അവർക്ക് കൺഫേം ആയിട്ട്. അവർ കറക്റ്റ് ഫീൽഡിൽ നിന്ന് അവർ നല്ല കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോസിറ്റീവായിട്ട് വരും. ആ പോസിറ്റീവായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ പറയും, തൻസീർ അന്ന് ഓൾറെഡി ഇവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓൾറെഡി, കാരണം ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന ഒരാൾ തുടക്കകാലത്ത് തന്നെ എന്നോട്ടെ നമുക്കറിയാം, ഇത് കുറച്ച് കാഞ്ഞ ബുദ്ധിയിൽ തന്നെ. പക്ഷെ മൂപ്പർ പറയുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് ഒരു 6 മാസമോ ഒരു 1 ഇയർ കഴിഞ്ഞോ ഇതുണ്ട്. നാട്ടിലും മറ്റൊന്ന് പൊട്ടനെ പോലെ ആയിട്ട് കരുതി. പക്ഷെ മൂപ്പർ അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. മൂപ്പറെ ആ ഇമേജുകൾ ഇപ്പം ചാരിറ്റിയും അങ്ങനത്തെ കുറേ സംഭവങ്ങളും ചെയ്തതുകൊണ്ട് അതിപ്പോൾ കുറേ ആൾക്കാർ മൂപ്പർ ഇഷ്ടപ്പെട്ട് തുടങ്ങി ഇപ്പോൾ. പിന്നെ നല്ലോണം ചിന്തിക്കുന്ന ആൾക്കാർക്കെല്ലാം മൂപ്പർ ഈ ഞാൻ പറയുന്നത്, ഈ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കമൻ്റ് അടിക്കുന്നില്ലേ, ഈ റോങ് കമൻ്റ് അടിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവർക്ക് തീരെ വിവരം ഒരു പണിയില്ലാത്ത ആൾക്കാരായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ കമൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല കമൻറ്റ്സ് ഒക്കെ. ഇപ്പം എൻ്റെ ഒരു പേഴ്സണലി ഞാനൊരു അഭിപ്രായം പറയാം. ഇപ്പം എനിക്കൊരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ ഹേർട്ട് ചെയ്യാണ്ടിരിക്കുക. എന്താ പറയണ്ടേ, ഇനി എന്താടെ ഇങ്ങനെ അത് ചെയ്യാൻ നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എടാ മുത്ത, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കാമായിരുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു തോടണം, ചിലപ്പോൾ അവർ പറഞ്ഞ ശരിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ വരും. ഇത് ഫുള്ള് ബട്ടെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെന്താ പറയുക, നമ്മൾ നെവർ മൈൻഡ് ആക്കും. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജാസിൻ്റെ കേസിൻ്റെ പറഞ്ഞത് കേട്ടാ, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കൊളാബ്, അപ്പോൾ അവരത്ര 5-6 റീലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷനായിട്ട്. ഈ പോലീസ് യൂണിഫോം ഇനിയുണ്ട്, കുറേ സാധനങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. ഞാനിത് ഇട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ആദ്യമായിട്ട് ഇത്രയും വെട്ട് വെക്കുന്നത്, ഇട്ടിട്ട് ഓൺ ദ സ്പോട്ട് മരണത്തെറി. ഞാൻ എന്നെ ഷോക്കായി പോയി. കാരണം ഇങ്ങനെ തെറി വിളിക്കുന്ന ആദ്യമായിട്ടാ. തൻസീർ എനിക്ക് വേറെ പണിയില്ല. ഞാനിങ്ങനെ അപ്പടി ഞാൻ കമൻറ്റ് ഡിസേബിൾ ആക്കി, കമൻറ്റ് ബോക്സ് ഓഫാക്കി ഇട്ടാൻ പാടും ജാസിൻ്റെ ബോഡി വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ വിചാരിച്ചറിയുവാ, ഇവർ ഇത്രയും വെട്ട് കണ്ടാലോ, വെറുതെ എൻ്റെ പേജിലും കൂടി കൊളാപ്പെട്ടിരുന്നു. ജാസ് പറഞ്ഞു, വേഗം കമൻറ്റ് ഓണാക്കി, നെഗറ്റീവ് വന്നാലേ വർക്കിറ്റാവൂ. ജാസ് വിളിച്ചിട്ട് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചില്ല, അപ്പം ഞാൻ എനിക്കപ്പോൾ ഹേർട്ട്, എന്ത് കേട്ട്, ഞാൻ കമൻറ്റും കൂടി വായിക്കലത്തില്ല, ആരൊക്കെ ഓൾറെഡി ഇതല്ലേ. അപ്പം നമ്മളതേ മെൻറ്റാലിറ്റിനെ അവർ ചിന്തിക്കുന്നതും. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്ത്, കമൻറ്റ് ഡിസേബിൾ ഓണാക്കി. തെറി വിളിക്കുന്ന ആളെല്ലാം ഞാൻ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാ സംഭവങ്ങളിലും. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച്, ഇത് ഒരേ ടീംസിന് PR വർക്ക് പോലെയാണ്. മൊത്തം കമൻറ്റ് വരുന്ന എല്ലാവരും സെയിമാണ്. അവരുടെ ഫ്രസ്ട്രേഷൻ, ചിലപ്പോൾ ഗൾഫിലും ഇതെല്ലാം വെറുതെ പണിയെല്ലാം എടുത്തിട്ട് വെറുതെ ഇരിക്കുന്ന സമയം ഉണ്ടാവില്ല, അവർ ഫ്രസ്ട്രേഷൻ തീർക്കലാണ് ഈ കമൻറ്റ് അടിക്കൽ. അല്ല, ഈ കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ടതും കൂടി ഇല്ലേ? അതായത് ജാസിയെ പോലെ ആഷിഫ് പോലുള്ള മനുഷ്യരും കൂടി നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ, നമ്മളോട് ചേർത്ത് നിർത്തണമല്ലോ. കറക്റ്റ്. അങ്ങനത്തെ ഒരു ചിന്ത പോയിട്ടുണ്ടായിരുന്നോ? പിന്നെ ഉറപ്പല്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയണ്ടേ, അതിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്ത മെഹനാസ്, അതിൽ ഭയങ്കര കമൻറ്റുകൾ, ഭയങ്കര ഞാൻ എന്താ വെള്ളപൂശി എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റ് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഈ മെഹനാസ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ ഈ വർക്കിൻ്റെ കുഞ്ഞുവാട കല്യാണം എന്ന് പറഞ്ഞ വർക്കിൻ്റെ അടുത്ത് തുടക്കം മുതലേ ഇല്ല ആളാണ്. ഓക്കെ. അപ്പോൾ ഈ ജനങ്ങൾ ചിലപ്പോൾ ഈ ഒരു വർക്കായിരിക്കും ചിലപ്പം പെട്ടെന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് കാണുമ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാനിത് വെള്ളപൂശിയാണ്. സംഭവം വെള്ളപൂശിയതല്ല, ഞാൻ ഓൾറെഡി ഒരു കഥ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ ഓനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം എന്നല്ല. ഓനൊരു ആർട്ടിസ്റ്റാണ്, മെഹനാസ് ഒരു ആർട്ടിസ്റ്റാണ്. അവരുടെ റിയൽ ലൈഫിൽ എന്തോ സംഭവം ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് ആരെയും, ഇപ്പോൾ ജാസിൻ്റെ ആയിക്കോട്ടെ, റിയൽ ലൈഫാണ് നിങ്ങൾ ആ പോലീസിൻ്റെ അടുത്ത് കണ്ടത്? അല്ല, ഒരിക്കലുമല്ല. കാരണം അങ്ങനത്തെ താടിയുള്ള സംഭവം ഒന്നും വരില്ല. പിന്നെ അത് മാത്രമല്ല, അവർ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്യുന്ന പരിപാടിയല്ല സംഭവം പോലീസിന്. ജാസി ആദ്യം ഓൾറെഡി സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ പോലീസ് വേഷമാണ് അതിൻ്റെ അകത്ത് ക്യാരക്ടർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവനടാ എനിക്കത് ആവുമോ, പ്രോബ്ലം ആവൂലേ, പോലീസ് വേഷം എനിക്ക് ചേരൂലാലോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരു ചേഞ്ച് വേണം, എന്നാലേ കാര്യം ഉണ്ടാവും. പിന്നെ ട്രോൾ എന്തായാലും കൺഫേം ആയിട്ട് വരും. ട്രോളർമാർക്ക് നമ്മൾ ഇട്ട് കൊടുക്കലാണ് സംഭവം. പോലീസ് വേഷം വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി സംഭവം റീച്ച് ആവും. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ സംഭവം സംസാരിച്ച്
അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ വർക്കിലേക്ക് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമൻസും കാര്യങ്ങളിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്കിന് ബൂസ്റ്റപ്പേ വരും. ഒരിക്കലും അതുകൊണ്ട് ആ വർക്ക് അവിടെ ഫ്ലോപ്പ് ആവില്ല. അത് കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ കമൻറ്റ് റോങ് അടിക്കുന്നു അത്രത്തോളം അതിന് റീച്ച് വരും, അത് സാധനം കയറിപ്പോവും. ഈ താജുദ്ദീൻ വടകരയായിട്ടുള്ള അസോസിയേഷൻ തുടങ്ങിയിട്ട് കുറച്ചായി. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു നല്ല വേ ഓഫ് ലൈഫ് ഉണ്ടായത്, കുറച്ചുകൂടി പണമൊക്കെ ഉള്ള ഒരു ജീവിതമാർഗം ഉണ്ടായത് തൻസിയുടെ കൂടെ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതിൽ എത്രമാത്രം സത്യം? അല്ല, താജുക്ക എന്ന് പറഞ്ഞത് ഒന്നാമത് കൽബാണ് ഫാത്തിമ ആ ഒരു സമയത്ത് തന്നെ മൂപ്പർ അതൊരു ദേശീയഗാനം പോലെയായിരുന്നു. അതെ, ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ട് മൊത്തമായിട്ട് നിൽക്കുന്നത്. മൂപ്പർക്ക് അതിൻ്റെ മുകളിലൊരു ഹിറ്റൊന്നും ആവശ്യമില്ല. എവിടെ കണ്ടു കഴിഞ്ഞാലും താജുദ്ദീൻ വടകര. അപ്പോൾ ഫണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്നത് കൊണ്ട് മൂപ്പർക്ക് ഉപകാരങ്ങളെ ഉണ്ടായിട്ടുണ്ടാവും താജുക്ക. പിന്നെ മൂപ്പർ എന്ന് പറയണ്ടേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഏട്ടനും അനിയനും ബന്ധം പോലെ ഈ ഫീൽഡിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് പോലും, എൻ്റെ കല്യാണം ഒരു 6-7 ദിവസത്തെ കല്യാണമായിരുന്നു. ഈ കൊറോണ സമയത്ത് ഒരുവിധ ആൾക്കാരെല്ലാം വന്ന കല്യാണം. പക്ഷെങ്കിൽ എൻ്റെ നിക്കാഹിൻ്റെ സഭയിൽ ഈ ഫീൽഡിൽ നിന്ന് ഞാൻ ഒരൊറ്റ ഒരാളെ വിളിച്ചിട്ടുള്ളൂ, ഒരൊറ്റ ഒരാളാണ്. കാരണം അത്രയും അതിൻ്റെ പിറ്റേ ദിവസമെല്ലാം അത്രയോ ആർട്ടിസ്റ്റുമാരെല്ലാം വന്നു പോയിട്ടുണ്ട്. എല്ലാം മാപ്പിളപ്പാട്ടിൽ ഒരുവിധ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ നിക്കാഹിന് ഒരൊറ്റ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സെലിബ്രിറ്റി ആയിട്ടല്ല മൂപ്പറെ വിളിക്കുന്നത്. നമ്മളൊരു ഇതുണ്ട്, താജുക്കും ഞാനുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. അതെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ താജുഖാൻ്റെ ഏട്ടനായിരിക്കും ഞാൻ, ചിലപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു സംസാരത്തിലായിക്കോട്ടെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യലുണ്ട്. ഇപ്പോൾ ഞാൻ മൂപ്പരോട് തന്നെ പറയുന്നുണ്ട്, താജുക്ക ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ, ഇങ്ങനെ ചെയ്യാൻ. എന്നോട് അതേപോലെ തന്നെ താജുക്ക എന്നോട് പറയുന്നുണ്ട്, തൻസി ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലേ, ഇങ്ങനെ മോശമാണ് ഈ ഫീൽഡിനെ കുറിച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ താജുക്ക പറയാം. അദ്ദേഹം ഒരുപാട് പറ്റിക്കലിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് ശരിക്കും നിങ്ങളോട് ജോയിൻ ചെയ്തപ്പോഴാണ്. അത് പറയാൻ പറ്റും. കാരണം മൂപ്പർക്ക് ഒരുപാട് ഫണ്ടുകൾ കൊടുക്കാണ്ടിരുന്നിട്ടുള്ള കഥകൾ എനിക്ക് പറയാറുണ്ട്. ആ പാട്ട് പാടിയിട്ടും അഭിനയിച്ചിട്ടൊന്നും മൂപ്പറെ വാല്യൂ അനുസരിച്ചിട്ടൊരു ഫണ്ടൊന്നും മൂപ്പർക്ക് കൊടുക്കാത്തത് ഇപ്പം അല്ല, കുറേ മുന്നേ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഫണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ഞാൻ ആദ്യം പറയും, ഞാൻ താജുക്ക എന്നല്ല ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ അടുക്ക ആയാലും ഞാനത് വർക്ക് കഴിഞ്ഞിട്ട് പൈസ എല്ലാം കൊടുക്കാൻ ഞാൻ വർക്കിൻ്റെ മുന്നേ പറയും, താജുക്ക ഇതാണ് ഫണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഒരിക്കലും താജുക്ക തന്നെ പറഞ്ഞു, എടാ എനിക്ക് ആദ്യമായിട്ട് ഇത്രക്കാര്യം പൈസ തരുന്ന ഒരാൾ നീയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം ഒരാളുടെ പൈസ പറഞ്ഞിട്ട് ഒരു വർക്കിനും വിളിക്കും, അല്ലെങ്കിൽ അതിന് സെറ്റ് ചെയ്യും. പിന്നെ അവരെന്നെ പറയാറുണ്ട് ഈ ഒരു സംഭവം, അങ്ങനെ വർക്കിന് പോയി ഇത്ര. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ചോദിക്കും, ഈ വർക്കിന് പോയിട്ട് എത്ര പൈസ കിട്ടിയത്? ഇല്ലടാ ഇത്ര കിട്ടി. ഞാൻ തന്നെ ഷോക്കായി പോലുണ്ട് കേട്ടോ. ചില സമയത്തെല്ലാം നന്നായിട്ട് പറ്റിച്ചിട്ടില്ല. പ്രോഗ്രാമിൻ്റെ എല്ലാം അയ്യോ, ഗൾഫിലെല്ലാം പ്രോഗ്രാമിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50% ആൾക്കാർ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഭയങ്കരം എന്നെ ആയിക്കോട്ടെ താജുക്കാട്ടെ ഒരുവിധ ആർട്ടിസ്റ്റുമാരല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇവർക്കൊന്നും റെഡിക്ക് പറഞ്ഞ ഇതാണ് സ്റ്റേജാണ്, പാട്ട് മാത്രമേ ഉള്ളൂ, പാട്ട് മാത്രമേ ഇല്ല. അപ്പോൾ ഗൾഫിലെല്ലാം പരിപാടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേജാറായി പോകും ചില സമയത്തെല്ലാം. കുറേ താജുക്കാരനോട് പറയും, തൻസി പിന്നെ നാട്ടിലെത്തിയിട്ട് വേണം മറ്റേ ഇങ്ങനെ പൈസ കൊടുക്കാൻ, ഇവരെന്തിങ്ങനെ ചെയ്യുന്നു. കാരണം അയാളുടെ സീറോ ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ, പൈസ വാങ്ങിക്കാൻ അറിയില്ല. അപ്പം ഞാൻ ചില സമയത്ത് ചില കാര്യത്തിൽ ഇടപെടാറുണ്ട്. പ്രോഗ്രാമിൻ്റെ ഗൾഫിലുള്ള അവസ്ഥയും നാട്ടിലുള്ള അവസ്ഥ ഇങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ ചില ഗൾഫിലുള്ള നമ്മളെ പ്രോഗ്രാം എടുക്കുന്ന ആൾക്കാരെല്ലാം പക്കയായിരിക്കും.